بكل شيء بصير. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ചോദിക്കുകയാണ് മനുഷ്യനോട്, അവലം യറൗ ഇല ത്വയ്രി, പക്ഷികളിലേക്ക് എന്തേ നിങ്ങൾ നോക്കുന്നില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫൗകഹും സാഫാതിൻ വ യഖ്ബിലിന, അവകൾ കൂട്ടകൂട്ടമായി അണിനിരന്നുകൊണ്ട് പോകുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. വായുവിലൂടെ അത് പറക്കുന്ന, അതിന്റെ ചിറകുകൾ വെച്ചുകൊണ്ട് പറക്കുന്ന, കൂട്ടം കൂട്ടമായി പറക്കുന്ന ആ പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മായുംസികുഹുന്ന, ഇവിടെ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, റഹ്മാൻ, അതിനെ പിടിച്ചു കെട്ടുന്നില്ലല്ലോ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ് അതിനെ പിടിച്ചു കെട്ടുന്നില്ല. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, തീർച്ചയായും അവൻ എല്ലാ വസ്തുവിനെ കുറിച്ചും കണ്ടറിയുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതാണ് പ്രിയപ്പെട്ടവരെ പറക്കണമെന്ന ചിന്ത അബ്ബാസ് ഇബ്നു ഫിർനാസിന് ലഭിക്കാനുള്ള കാരണം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ ഈ ഒരു വാസ്തവം. അത് അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന് പറയുന്ന സഹോദരന് ചിന്ത വന്നത്, പറക്കണം എന്നുള്ളൊരു ചിന്ത വന്നത് ഈ വിശുദ്ധമായ ഖുർആനിന്റെ ഈ ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അബ്ബാസ് ഇബ്നു ഫിർനാസ് ഈ വായുവിലൂടെ പറക്കുന്ന രീതി സംവിധാനങ്ങള് കണ്ടുപിടിച്ചത്, പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരാൾക്ക് ഒരു സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു വസ്തു ചെയ്യണമെങ്കിൽ, ഒരു വസ്തു കാണണമെങ്കിൽ, ഒരു വസ്തു ചെയ്യണമെങ്കിൽ, ഒരു വസ്തു കണ്ടുപിടിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് മിനിമം ഒരു ചിന്തയെങ്കിലും വരാതെ അത് എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ, അതിലേക്ക് മുന്നിട്ടിറങ്ങാനോ സാധിക്കുകയില്ലല്ലോ. ഇപ്പൊ വിമാനം എന്ന് പറയുന്നത് അതിന് പറക്കണമെന്നൊരു ചിന്ത വന്നത് കൊണ്ടാണ്, മനുഷ്യന്റെ ചിന്തയില് ബുദ്ധിയിൽ അത് വന്നത് കൊണ്ടാണ് പിന്നീട് പിൻകാലത്ത് അത് വിമാനമായി വന്നത്. അല്ലായിരുന്നെങ്കിൽ വരുമായിരുന്നില്ലല്ലോ. ഇത് എവിടെ നിന്നാണ് വന്നത്? വിശുദ്ധമായ ഖുർആനിന്റെ ഈ ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ആയത്തിലൂടെയാണ് അബ്ബാസ് ഇബ്നു ഫിർനാസിന് പറക്കണമെന്ന ചിന്ത വന്നത്. അങ്ങനെ അദ്ദേഹമാണ് ഈ ലോകത്ത് ആദ്യമായി പറഞ്ഞത്. പിന്നീടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന ആള് പറഞ്ഞത് വെച്ച് പഠനങ്ങൾ നടത്തി വിമാനങ്ങൾ കണ്ടുപിടിച്ചത്.